വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 7th CBSE സയൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് ഹീറ്റ്, മോഷൻ ആൻഡ് ടൈം, ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്, ലൈറ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സസിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ, കംപ്ലീറ്റ് സബ്ജക്റ്റിൻ്റെ നൽകാറുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണാറുണ്ട്, വാച്ച് ചെയ്യാറുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ കാണുന്നതോടുകൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. നിങ്ങൾ കാണുന്നതോടൊപ്പം അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നോക്കാം അല്ലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. യെസ്, ഇതാണ് നമ്മളുടെ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ അല്ലെ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സർഫസ് വളരെ പ്ലെയിൻ ആയിരിക്കും അല്ലെ. അപ്പം അതിലുണ്ടാകുന്ന ഇമേജസിന്റെ പ്രത്യേകതകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്ലെയിൻ മിറർ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണാടി ഇങ്ങനെ നോക്കൂലേ, അതാണ് പ്ലെയിൻ മിറർ അല്ലെ. അതിൽ നമ്മളെ തന്നെ കാണും അല്ലെ. നമ്മൾ അതിൽ കാണുന്ന ആളാണ് ഇമേജസ് എന്ന് പറയുന്നത്. എന്താണ് ഇമേജസ്? ആ ഇമേജസിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന നമ്മളെ തന്നെയാണ് അല്ലെ. സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണ് അല്ലെ, സെയിം സൈസ് അല്ലെ, സെയിം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇറക്റ്റ് ആയിട്ട് നിവർന്നതായിട്ടാണല്ലേ നമ്മൾ കാണാറ്. അല്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തല തിരിഞ്ഞിട്ടാണോ കാണാറ്? അല്ലല്ലോ. അപ്പം ഇറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കാര്യമുണ്ട്. നമ്മൾ വലത് കൈ പൊക്കിയാൽ നമ്മുടെ ഇമേജിന്റെ ഇടത് കൈ ആയിരിക്കും പൊങ്ങുണ്ടാവുക അല്ലെ. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ലാറ്ററൽ ഇൻവേർഷൻ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മിററിന്റെ അല്ലെ പിൻവശത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇമേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർച്വൽ ഇമേജ്. എന്താണ് വെർച്വൽ ഇമേജ്? സോ ദിസ് ഇസ് അവർ പ്ലെയിൻ മിറർ. ഓക്കെ, ഒരു വുമൺ നോക്കുകയാണ്, ഓക്കേടാ, സെയിം ഇമേജ് ആണ് അല്ലേ. ഇവരുടെ സെയിം സൈസാണ്, ഇറക്റ്റാണ്, എല്ലാ ക്വാളിറ്റീസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്. നോക്കൂ, plain mirror forms an erect image. It forms a virtual image. Size of the image is same as that of the object. Alle, image is formed at the same distance behind the mirror as the object stands in front of the mirror. മനസ്സിലായല്ലോ? നമ്മളെ മിററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണോ നിൽക്കുന്നത്, അതേ ഡിസ്റ്റൻസ് നമ്മളുടെ ഇമേജും ആ മിററിൽ നിന്നും എന്തിട്ടുണ്ടാവും, കീപ്പ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഈസ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ലാറ്ററൽ ഇൻവേർഷൻ. നോക്കിക്കടാ, ഇതാണ് കുട്ടിയുടെ റൈറ്റ് ഹാൻഡ് ആൻഡ് ഇമേജിൻ്റെ ലെഫ്റ്റ് ഹാൻഡിനോട് പൊങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളിത് കാണിക്കുമ്പം ഇമേജിൻ്റെ ലെഫ്റ്റ് കാണിക്കുന്നു അല്ലേ. അപ്പം ദാറ്റ് പ്രോപ്പർട്ടി ഇസ് നോൺ ആസ് ലാറ്ററൽ ഇൻവേർഷൻ. ഓർമ്മിച്ച് വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ എ കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ്. എന്താണെടാ, കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും രണ്ട് ഡിഫറൻസ് ആണ്. ദ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ കാണാൻ തന്നെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇതുപോലെയാണ് നോക്കിയാൽ, ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ടാണ്. ഇതാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കേവ് പോലെയാണ് അല്ലേ. അതുകൊണ്ടാണ് ഇതിന് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് കോൺവെക്സ് ലെൻസ്. സെറ്റാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഇതിവിടെ ഡിഫറൻസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത, കോൺവെക്സ് ലെൻസ് ക്യാൻ ഫോം ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ് അല്ലേ. ഇമേജസിൻ്റെ പ്രത്യേകത എന്താണ്? റിയൽ ആണ്, ആൻഡ് ദ സെയിം ടൈം എന്താണ്, വെർച്വൽ ഇമേജസ് ആണ്. ആൻഡ് കോൺകേവ് ലെൻസ് always forms എന്താണ്, വെർച്വൽ ഇമേജസ്. എന്താണ്, വെർച്വൽ ഇമേജസ്. ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ്, ഇറ്റ് ക്യാൻ ഫോം മാഗ്നിഫൈഡ് ഇമേജ്. വാട്ട് ഇസ് മാഗ്നിഫൈഡ്? അതായത് ഒബ്ജക്റ്റിനേക്കാളും സൈസ് കൂടിയ ഇമേജസ് ആണ് ഇവിടെ കാണിക്കുക. ആൻഡ് ദാറ്റ് ഈസ് മാഗ്നിഫൈഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇമേജസ് ഓൾവേസ് ഡിമിനിഷ്. ഡിമിനിഷ് എന്ന് പറയുമ്പോൾ ചെറുതാണ്, ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിട്ടാണ് കോൺകേവിൽ കാണിക്കുക. ആ കാര്യം എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. സെറ്റാണല്ലോ, റെഡി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ സിമ്പിൾ ഓഫ് ഇലക്ട്രിക് സെൽ ഈസ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ സെല്ലിൻ്റെ സിമ്പിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെൽ അല്ലേ. സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു വലിയ ലൈനും വേണം, ഒരു ചെറിയ ലൈനും വേണം അല്ലേ. ആൻഡ് ദിസ് ഇസ് സെൽ. ഈ വലിയ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ആൻഡ് ചെറുതാണ് നെഗറ്റീവ്. സെറ്റാണല്ലോ. ഇനി ബാറ്ററി ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വേണം അല്ലേ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വേണം. എന്താകുമ്പോൾ, ബാറ്ററി ആകുമ്പോൾ കേട്ടോ. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. സെറ്റാണല്ലോ, റെഡി. അപ്പോൾ ഇവിടെ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇതെന്തിനെയാണ്? ഇതാണ് നമ്മളുടെ ബാറ്ററി. ആൻഡ് ദിസ് ഇസ് എന്താണ്, ബൾബ് അല്ലേ. ഇതാണ് നമ്മളുടെ ബൾബിനത്, ബൾബ്. ഇത് നമ്മളുടെ റെസിസ്റ്റർ. അപ്പം കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ ഇലക്ട്രിക് ഫ്യൂസ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് ആണ് അല്ലേ. നമ്മുടെ ഡിവൈസിലോട്ട്, നമ്മളുടെ ഉപകരണങ്ങളിലോട്ട് ഓവറായിട്ട് കറണ്ട് വരുമ്പം
ഉപകരണങ്ങൾ എന്ത് ചെയ്യും? അടിച്ചു പോകും ഗൈസ് അല്ലേ. അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് അല്ലേ നമ്മളുടെ എന്ത് പറയുന്നത് ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറയും. സോ വി ഹാവ് ദി ആൻസർ സേഫ്റ്റി ഡിവൈസ്, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, അതിൻ്റെ വർക്കിംഗ് ഫിനോമിനൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണെന്ന്. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് എന്ന് നമ്മൾ പറയട്ടെ, അത് മറന്നു പോകരുത്. സെറ്റാണല്ലോ. വാട്ട് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അത് നന്നായിട്ട് ചൂടാകും അല്ലേ, ചൂടാവുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക് ഫ്യൂസിൽ എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത്? ഇലക്ട്രിക് ഫ്യൂസിലൂടെ അല്ലേ, ആ വയറിലൂടെ ഒരുപാട് കറണ്ട് പോകുന്ന സമയത്ത് ഫ്യൂസ് വയർ നന്നായിട്ട് ചൂടായിട്ട് എന്ത് ചെയ്യും? സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പോൾ ആ ഡിവൈസിലോട്ട് ആ ഓവർഫ്ലോ എത്തുന്നത് എന്ത് ചെയ്യും? ഇത് തടയും. അങ്ങനെ നമ്മുടെ ഡിവൈസിന് എന്ത് ചെയ്യാണ്? അത് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സോ ആ കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കിയടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ഈസ് കറക്റ്റ്? ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അത് മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മളുടെ 7th CBSE ചാനലിൽ നമ്മുടെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതേ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. സോ ആരും ഇന്നത്തെ ലൈവ് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ പാടില്ല. നിങ്ങൾ വരുന്നതോട് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും സൈലത്തെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈവിൽ വന്നിട്ട് നമുക്ക് ലൈവ് ഉഷാറാക്കണം. സെറ്റാണല്ലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലൈവ്. ഓക്കെ, അപ്പോൾ ലൈവിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.